തുല്യം ചൊല്ലാൻ ആരുമില്ലാത്ത മഹിമാധനനും മഹിമാസനനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ആർഷ സംസ്കാരത്തിലെ അത്ഭുത ജനനങ്ങൾ എന്ന വീഡിയോ പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ ജനനത്തിൻ്റെ ശാസ്ത്രീയ വശം ചോദ്യം ചെയ്ത ഹിന്ദുത്വ ഭീകരന്മാരോടുള്ള ഞങ്ങളുടെ മറുപടിയും 13 മറുചോദ്യങ്ങളും അടങ്ങിയ വീഡിയോ നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ, എങ്കിലേ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഒന്നാമത്തെ വീഡിയോയുടെ കീഴിൽ ഹിന്ദുത്വവാദികളും അവർക്ക് കുടപിടിക്കുന്ന നിരീശ്വരവാദികളും പിന്നെ ചില കൃസംഖികളും ഒക്കെ വന്ന് പലതരത്തിലുള്ള കമൻറ്റുകളും ഇടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ചർച്ചിനകത്ത് കയറി പാസ്റ്ററോട് ചോദ്യങ്ങൾ ചോദിച്ച ആൾ ഹിന്ദു അല്ല, ബംഗ്ലാദേശി എക്സ് മുസ്ലിമാണ് എന്നുള്ളതാണ്. അതിനുള്ള മറുപടി ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ കൊടുത്തിരുന്നതാണ്, എങ്കിലും ആവർത്തിക്കാം. അവൻ മുസ്ലിമുമല്ല, എക്സ് മുസ്ലിമുമല്ല, ഹിന്ദുവാണ്. മനസ്സിലായോ? നിലവിൽ അവൻ ഹിന്ദുവാണ്. ഒരു കാലത്ത് അവൻ ഒരുപക്ഷെ മുസ്ലിമോ എക്സ് മുസ്ലിമോ ഒക്കെ ആയിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ അവൻ ഹിന്ദുവാണ്. അവൻ്റെ കൂടെ ആ ചർച്ചിനകത്തേക്ക് കയറി ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരെല്ലാം ഹിന്ദുക്കളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ലജ്ജ എന്നത് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെയും കീഴിൽ വന്ന് അവൻ ഹിന്ദു അല്ല മുസ്ലിമാണ് അല്ലെങ്കിൽ എക്സ് മുസ്ലിമാണെന്ന് പറയാൻ നിൽക്കരുത് കേട്ടാ. ഇത്തിരിയെങ്കിലും നാണം ഉണ്ടെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കരുത്. മറ്റൊരു തരം കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അത് യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും അത്തരം കമൻറ്റുകൾ ഞാൻ ധാരാളം കണ്ടു. അത് വളരെയധികം കമൻറ്റുകൾ ഉള്ളതുകൊണ്ട് എല്ലാവരും എടുത്ത് കാണിക്കുന്നില്ല. സാമ്പിളിന് ഞാൻ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നുമുള്ള ഓരോ കമൻറ്റുകൾ നിങ്ങളെ കാണിക്കാം. കാരണം ആ കമൻറ്റുകൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വാദമാണ്. സന്തോഷ് എന്ന ഹിന്ദുത്വവാദി യൂട്യൂബിലിട്ട കമൻ്റാണ് നിങ്ങളീ കാണുന്നത്. മഹർഷി ശപിച്ച് മാൻപേടയായ ഉർവശിയുടെ കഥയും ദിവ്യഗർഭം ധരിച്ച് മറിയയുടെ കഥയെ 100% പൊട്ടത്തരമാണ്. മര്യാദയ്ക്ക് മലയാളം എഴുതാൻ പോലും അറിഞ്ഞുകൂടാ. ദിവ്യഗർഭം ധരിച്ച മറിയയുടെ കഥയും 100% പൊട്ടത്തരമാണെന്നാണ് എഴുതേണ്ടത്. അവരുടെ വാദം അനുസരിച്ച് അതാണ് വാക്യഘടന കൃത്യമായിട്ട്. അതുപോലെ എഴുതാൻ അറിഞ്ഞുകൂടാ. ഏതായാലും അതൊക്കെ പോട്ടെ. അപ്പോൾ പുള്ളി പറയാണ്, മാൻപേടയായ ഉർവശിയുടെ കഥയും ദിവ്യഗർഭം ധരിച്ച മറിയയുടെ കഥയും 100% പൊട്ടത്തരമാണ്. എന്നിട്ട് അടുത്തതാണ് രസം. അതൊക്കെ ഞങ്ങൾ എന്നേ ചവറ്റുകുട്ടയിലിട്ടതാണ്. അതും പൊക്കിക്കൊണ്ട് വന്നിട്ട് എന്ത് കഥയാണ് നിങ്ങൾ? എന്തുകൊണ്ടാണ് ഈ ദിവ്യഗർഭത്തെ ചവറ്റുകൊട്ടയിൽ ഇടാത്തത്? ഇതും കൃത്യമായ വാചകഘടനയൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് ആശയം മനസ്സിലാകുന്നുണ്ടല്ലോ. ഞങ്ങളുടെതൊക്കെ പൊട്ടക്കഥകളാണ്. ഉർവശിക്ക് മുനിയുടെ ശാപം കിട്ടി, ഉർവശി പ്രസവിച്ചു, മാൻപേട പ്രസവിച്ചു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊക്കെ പൊട്ടക്കഥകളാണ്, വെറും ചവറ് കഥകളാണ്. ഞങ്ങളത് ചവറ്റുകൊട്ടയിലിട്ടു. അതുപോലത്തെ തന്നെയുള്ള പൊട്ടക്കഥയാണ് ആ കന്യകയായ മറിയ ഗർഭം ധരിച്ച് യേശു ക്രിസ്തുവിനെ പ്രസവിച്ചു എന്നുള്ളത്. അപ്പം നിങ്ങളെന്തുകൊണ്ടാണ് ആ പൊട്ടക്കഥയെ ചവറ്റുകൊട്ടയിലിടാത്തതെന്നാണ് സന്തോഷിൻ്റെ ചോദ്യം. ഇനി രഞ്ജിത്ത് തത്വമസി എന്ന സംഘി, പുള്ളി ഒരു കോമഡി പീസാണ്. ഫേസ്ബുക്കിലൊക്കെ പലർക്കും അറിയാം, ഒരു കോമഡി പീസാണ്. അപ്പോൾ രഞ്ജിത്ത് തത്വമസി എന്ന് പറഞ്ഞ സംഘി ഫേസ്ബുക്കിലിട്ട കമൻ്റാണ് ഇത്. ഹിന്ദു പുരാണങ്ങൾ മിത്താണ് മോനെ. മിത്തിൽ കഥ എങ്ങനെ വേണമെങ്കിലും വരാം. അവിടെ കഥയ്ക്കല്ല പ്രാധാന്യം, കഥയുടെ പിന്നിലെ കഥയ്ക്കാണ്. യേശുവും ഒരു മിത്താണെന്ന് അംഗീകരിച്ചാൽ പ്രശ്നം തീർന്നു. മിത്തിൽ കന്യക പ്രസവിക്കും, എന്നാൽ ചരിത്രത്തിലില്ല. അതാണ് പ്രശ്നം. അപ്പോൾ AD യും BC യും തിരിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അപ്പം ഹിന്ദുക്കളുടെ ഇതുപോലെയുള്ള കമൻറ്റുകൾ ഇനിയും കുറേ ഉണ്ട്, ഇഷ്ടം പോലെയുണ്ട്. എല്ലാവരും എടുത്ത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് തന്നെ കുറേ 1-2 മണിക്കൂർ കാണിക്കേണ്ടി വരും. അത്രയധികം കമൻറ്റുകളുണ്ട്. ഇതേ വാദം, സെയിം വാദം. അപ്പോൾ ഈ വാദം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇത് പുതിയ വാദമൊന്നുമല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപേ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ വേറെ രീതിയിൽ ഉയർന്നിട്ടുള്ള വാദങ്ങളാണിത്. ഇപ്പോൾ അത് വേറെ രീതിയിൽ പറയുന്നതേ ഉള്ളൂ. പക്ഷെ മുൻപ് ഇതേ വാദം ആശയതലത്തിൽ ഇത് സെയിം ആയിട്ട് തന്നെ പണ്ടേ ഉയർന്നിട്ടുള്ളതാണ്. ക്രിസ്ത്യാനികൾ അതിന് മറുപടി കൊടുത്തിട്ടുമുണ്ട്. അത് ആധുനിക കാലത്ത് അപ്പോളജിസ്റ്റുകളുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. പഴയ കാലത്തെ സഭാപിതാക്കന്മാരുടെ കാലത്തെ മറുപടി കൊടുത്തിട്ടുള്ള വാദമാണിത്, സഭാപിതാക്കന്മാരുടെ കാലത്തെ. അപ്പോൾ ആ മറുപടിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ആർഷ സംസ്കാരത്തിലെ അത്ഭുത ജനനങ്ങൾ എന്നുള്ള പ്രധാന ഇതിലേക്ക് പോകാം. അതിനു മുമ്പ് ഇത് ഒന്ന് മറുപടി പറയണം. ക്രൈസ്തവ അപ്പോളജറ്റിക്സിലും
ആദിമ സഭാപിതാക്കന്മാരുടെ രചനകളിലും ഈ വിഷയം ഡയബോളിക്കൽ മിമിക്രി അഥവാ പിശാചിൻ്റെ അനുകരണ സിദ്ധാന്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്രിസ്ത്യൻ തിയോളജിയിൽ ഇത് അങ്ങനെയാണ് അറിയപ്പെടുന്നത്, ഡയബോളിക്കൽ മിമിക്രി. സത്യത്തെ നശിപ്പിക്കാൻ പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം നുണകൾ മാത്രമല്ല, സത്യത്തോട് സാമ്യമുള്ള അസത്യങ്ങൾ സൃഷ്ടിക്കുക എന്നതും കൂടിയാണ്. പിശാചിൻ്റെ പ്രധാന ലക്ഷ്യം മനുഷ്യൻ രക്ഷകനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുക എന്നതാണ്. അതിനായി അവൻ ഒരുക്കിയിരിക്കുന്ന അല്ലെങ്കിൽ അവൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് മിത്തുകളുടെ ബാഹുല്യം എന്നത്, ഐതിഹ്യങ്ങളുടെ ബാഹുല്യം. പഴയ നിയമ പ്രവാചകന്മാർ യേശു ക്രിസ്തുവിലൂടെ നടക്കാൻ പോകുന്ന കന്യകയിൽ നിന്നുള്ള ജനനമടക്കമുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് പ്രവചിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, യേശു ക്രിസ്തു ചുമ്മാ വന്ന് ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ ആളല്ല. യേശു ക്രിസ്തു ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രം എഴുതപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് യേശു ക്രിസ്തു. എവിടെയാണ് ജനിക്കുക എന്നുള്ളതും ആരിൽ നിന്നാണ് ജനിക്കുക എന്നുള്ളതും ജനന സമയത്ത് അവിടെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത്, പിന്നെ അതിനുശേഷമുള്ള യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ, മരണം എങ്ങനെയായിരിക്കും, മരിച്ചു കഴിഞ്ഞതിന് ശേഷം അടക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കും, മരണത്തിൽ നിന്നുള്ള ഉയിർപ്പ് എപ്രകാരമായിരിക്കും, ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെ പഴയ നിയമത്തിലുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ഇതെല്ലാം പ്രവചന രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവാചകന്മാർ ഇത്തരം കാര്യങ്ങൾ പ്രവചിച്ചപ്പോൾ അത് മനുഷ്യർക്ക് മാത്രമല്ല, പിശാചിനും അവൻ്റെ ശിങ്കിടികൾക്കും അവൻ്റെ അനുയായികളായ പിശാചുക്കൾക്കും അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടി. അതിനാൽ ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഈ പ്രവചനങ്ങളിലെ ആശയങ്ങൾ മോഷ്ടിച്ച് ലോകത്തിലെ വിവിധ സംസ്കാരങ്ങളിലും മതങ്ങളിലും സമാനമായ കഥകൾ അഥവാ മിത്തോളജികൾ അവൻ സൃഷ്ടിക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയാണ് പിശാച് അങ്ങനെ ചെയ്തത്? യഥാർത്ഥ രക്ഷകനായ യേശുക്രിസ്തു വന്നു കഴിയുമ്പോൾ ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ജനങ്ങളോട് പറയുമ്പോൾ ജനങ്ങൾ അത് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിന് പകരം വളരെ സിമ്പിളായിട്ട്, ഓ ഇതാ പഴയ കഥ പോലെയല്ലേ, ഞങ്ങളുടെ പുസ്തകങ്ങളിലും ഉണ്ട് ഇതുപോലെയുള്ള കഥകൾ, ഇതും അതുപോലെ തന്നെയുള്ള ഒരു മിത്തായിരിക്കും എന്ന് പറഞ്ഞ് തള്ളിക്കളയണം. അതാണ് പിശാചിൻ്റെ ലക്ഷ്യം. മനസ്സിലായോ? അതിനുവേണ്ടിയാണ് ഇത്തരം മിത്തോളജികൾ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. മധ്യകാല ദൈവശാസ്ത്രജ്ഞന്മാർ പിശാചിനെ വിശേഷിപ്പിച്ചിരുന്നത് സിമിയ ദേയ് എന്നാണ്. സിമിയ ദേയ് എന്ന് പറഞ്ഞാൽ ഏപ്പ് ഓഫ് ഗോഡ് അഥവാ ദൈവത്തിൻ്റെ കുരങ്ങ്. അതെങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ അവർ വിശേഷിപ്പിച്ചതെന്നും പറയാം. ഈ കുരങ്ങൻ മനുഷ്യനെ അനുകരിക്കും, നമുക്കറിയാം, കുരങ്ങൻ മനുഷ്യനെ അനുകരിക്കും. അതുപോലെ പിശാച് ദൈവത്തെ അനുകരിക്കുന്നു എന്നാണ് ഈ പ്രയോഗം കൊണ്ട് അവർ അർത്ഥമാക്കിയത്. ഇത്തിരി കൂടി വിശദമായിട്ട് പറഞ്ഞാൽ, സൃഷ്ടിപരമായി മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാൻ ഒരു കുരങ്ങനും സാധിക്കുകയില്ല, ഒരു കുരങ്ങനും പറ്റില്ല. കുരങ്ങനല്ല, ഒരു മൃഗത്തിനും പറ്റില്ല. എന്നാൽ മനുഷ്യനെ അനുകരിക്കാൻ കുരങ്ങന് സാധിക്കും. അതൊരിക്കലും പെർഫെക്റ്റായ അനുകരണമായിരിക്കില്ല, വികൃതമായ അനുകരണം മാത്രമായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, എൻ്റെ മുമ്പാകത്തെ കമ്പ്യൂട്ടർ, എൻ്റെ കീബോർഡ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ കീബോർഡിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുകയാണെന്ന് വിചാരിക്കാം. ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുന്നു, കൃത്യമായിട്ട് ഒരു പോസ്റ്റ് എഴുതി. അപ്പോൾ കുരങ്ങൻ അവിടെ വന്ന് നോക്കി ഇത് കാണുന്നുണ്ട്. കണ്ടു കഴിഞ്ഞിട്ട് അവൻ എങ്ങനെയൊക്കെ അവനും എന്ത് ചെയ്യാം, ഞാൻ ചെയ്ത പോലെ അനുകരിക്കാം. വന്നു കഴിഞ്ഞിട്ട് കീബോർഡിൽ കട്ടകൾ അമർത്താം, അവിടെ കുറേ അക്ഷരങ്ങളും വരും, സ്ക്രീനിൽ അക്ഷരങ്ങളും വരും. പക്ഷെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി ഉണ്ടാക്കാൻ സാധിക്കില്ല. മനസ്സിലായോ? ഞാൻ ചെയ്തതിനെ അനുകരിക്കാൻ സാധിക്കും, പക്ഷെ കൃത്യമായിട്ട് ഞാൻ ചെയ്തതുപോലെ തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് വികൃതമായ അനുകരണം എന്ന് പറഞ്ഞത്. ക്രിസ്ത്യൻ തിയോളജി അനുസരിച്ച് പിശാചിന് സ്വന്തമായി ഒന്നും സൃഷ്ടിക്കാൻ കഴിയില്ല. അവൻ സ്രഷ്ടാവല്ല. അവന് പറ്റുന്നത് ഉള്ളതിനെ, സ്രഷ്ടാവായ ദൈവം സൃഷ്ടിച്ചു വച്ചതിനെ വളച്ചൊടിക്കാൻ, ഡിസ്റ്റോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ, ഇങ്ങനെയുള്ളതൊക്കെ അവന് പറ്റുകയുള്ളൂ. അവനൊരിക്കലും സൃഷ്ടിക്കാൻ കഴിയില്ല. ദൈവത്തിനൊരു പുത്രനുണ്ടെന്നുള്ള കാര്യം പിശാചിനറിയാം. കാരണം ഇത് ആത്മലോകത്തുള്ളതാണ്. ഇവൻ പിശാചാകുന്നതിന് മുമ്പേ ദൈവസന്നിധിയിൽ നിന്നവനാണ്. അപ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കുറിച്ച് ദൈവസന്നിധിയിൽ നിന്നവനായതുകൊണ്ട് അവനറിയാവുന്നതാണ്. അപ്പോൾ ഇതറിയാവുന്നതുകൊണ്ട് ഇവൻ എന്താ ചെയ്തത്? അനേകം ദേവപുത്രന്മാരെ മിത്തുകളിൽ സൃഷ്ടിച്ചു. പല സംസ്കാരങ്ങളിലും ദേവപുത്രന്മാർ. അതുപോലെ ദൈവം ത്രിയേകനാണെന്ന് അറിയാവുന്നതുകൊണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവമാണ് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഇവൻ എന്ത് ചെയ്തു? ത്രിമൂർത്തി സങ്കല്പം പോലെയൊക്കെയുള്ള വികൃതമായ അനുകരണങ്ങൾ ലോകത്തിലെ പല സംസ്കാരങ്ങളിലുമുണ്ട്. അതുപോലെ ദൈവം അത്ഭുതം ചെയ്യാൻ കഴിവുള്ളവനാണ്. ദൈവത്തിനെ സംബന്ധിച്ച് ഒന്നും അത്ഭുതമല്ല.
നമുക്കാണ് അത്ഭുതം. അത്ഭുതം എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ, അമാനുഷികമായ വിധത്തിലുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിലെ പ്രവർത്തന തത്വം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അത് അത്ഭുതമാകുന്നതാണ്. അറിയാവുന്നവർക്ക് അത്ഭുതമല്ല. ഇപ്പോൾ ഒരു മാജിക്കുകാരൻ മാജിക്ക് കാണിക്കുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. മാജിക്കുകാരനോ അയാളുടെ ടീമിലുള്ളവർക്കോ അത് അത്ഭുതമല്ല. കാരണം അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ദൈവത്തിനെ സംബന്ധിച്ച് അത്ഭുതം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല ഈ ലോകത്ത്. എന്തൊക്കെ നമുക്ക് അത്ഭുതമായിട്ട് തോന്നുന്ന എന്തും അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ദൈവത്തിന് അറിയാം. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെയല്ല, മനുഷ്യന് അത്ഭുതമാണ്. അപ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ് എന്നറിയാവുന്ന പിശാച് മിത്തുകളിലൂടെ ഓരോരോ സംസ്കാരങ്ങളിൽ ഇതേപോലെ ഓരോ മിത്തോളജി, ആ മിത്തോളജികളിലുള്ള കഥാപാത്രങ്ങളെ കൊണ്ട് വ്യാജ അത്ഭുതങ്ങൾ ഇഷ്ടം പോലെ സൃഷ്ടിച്ചതായിട്ട് കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് പ്രചരിപ്പിക്കുന്നു. ആ പ്രദേശത്ത് മുഴുവൻ അതിനെക്കുറിച്ചുള്ള കഥകൾ പ്രചരിപ്പിക്കുന്നു. ഇത് ഓരോ പ്രദേശത്തും പിശാച് വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ള കഥയല്ല നമ്മൾ ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്നത്. അവിടെ ഉള്ളതായിരിക്കില്ല യൂറോപ്പിലെ പഴയ ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളിൽ ഉണ്ടായിരുന്നത്. ആ കഥയായിരിക്കില്ല ഇറാനിലോ മറ്റോ വരുമ്പോൾ. ഓരോ ഇടങ്ങളിലും, അതല്ല ചൈനയിൽ, അല്ലെങ്കിൽ അതല്ല ഈജിപ്തിൽ, ഓരോ ഇടങ്ങളിലും ഇവൻ ഇതുപോലെ ധാരാളം മിത്തോളജികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെയുള്ള ആളുകളെ കൊണ്ട്. എന്നിട്ട് അതിനകത്തല്ല ഇതിൻ്റെ വികൃതമായ അനുകരണങ്ങൾ, സത്യദൈവത്തിൻ്റെ പദ്ധതിയുടെ വികൃതമായ അനുകരണങ്ങൾ അവൻ കഥാരൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രചരിപ്പിക്കുന്നു. സത്യമായ ഒന്നിൻ്റെ മൂല്യം കുറയ്ക്കാൻ, അതിൻ്റെ വില ഇടിച്ചു താഴ്ത്താൻ എന്താണ് ചെയ്യേണ്ടത്? അതിനെപ്പോലെ ഇരിക്കുന്ന വ്യാജമായ അനേകം പതിപ്പുകൾ വിപണിയിൽ ഇറക്കുക എന്നുള്ളതാണ്. ഇതൊരു തന്ത്രമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കള്ളനോട്ടുകൾ എടുക്കാം. കള്ളനോട്ടിൻ്റെ ഉദാഹരണം നോക്കാം. കള്ളനോട്ടുകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിൽ യഥാർത്ഥ കറൻസിയുടെ വില ഇടിയും, അതിൻ്റെ വില പോകും കള്ളനോട്ടുകൾ അധികമായി കഴിഞ്ഞാൽ. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒറിജിനൽ നോട്ടിന് മാത്രമേ കള്ളനോട്ടുകൾ ഉണ്ടാവുകയുള്ളൂ. ആരും നമ്മുടെ ഇന്ത്യയിൽ 35 രൂപയുടെ കള്ളനോട്ട് അച്ചടിക്കില്ല, അല്ലെങ്കിൽ 25 രൂപയുടെ, അല്ലെങ്കിൽ 40 രൂപയുടെ. കാരണം ഇതിൻ്റെ ഒന്നും യഥാർത്ഥ കറൻസി നിലവിലില്ല. 35 രൂപയുടെ കറൻസി നോട്ട്, അല്ലെങ്കിൽ 25 രൂപയുടെ, 40 രൂപയുടെ ഒന്നും കറൻസി ഇല്ല. എന്നാൽ 500 രൂപയുടെ കള്ളനോട്ട് ഉണ്ടാകും, 100 രൂപയുടെ, 200 രൂപയുടെ ഒക്കെ കള്ളനോട്ട് ഉണ്ടാകും. കാരണം എന്താണ്? ഇതൊക്കെ യഥാർത്ഥമായിട്ടുള്ളതാണ്. യഥാർത്ഥ നോട്ട് ഇതിൻ്റെ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അവൻ വ്യാജം ഇറക്കുന്നത്. അപ്പോൾ ലോകത്തിലെ മതങ്ങളിലെ അല്ലെങ്കിൽ പല പല സംസ്കാരങ്ങളിലെ കഥകൾ വഴി ഈ പിശാച് ധാരാളം വ്യാജ കറൻസികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. യഥാർത്ഥ കറൻസിയായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം വരുമ്പോൾ, അവരടുക്കലെത്തുമ്പോൾ, അതും ഈ കള്ളനോട്ടുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണെന്ന് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുക, സത്യത്തെ അസത്യങ്ങളുടെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ച് മൂല്യമില്ലാതാക്കുക എന്നതാണ് പിശാചിൻ്റെ പദ്ധതി. ആധുനിക ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ ഇതിനെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കാറുണ്ട്. അത് മോഡേൺ രീതിയിലാണ്. അതായത് പ്രതിരോധ കുത്തിവെപ്പ് സിദ്ധാന്തം എന്നാണ് അതിനവർ വിളിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അസുഖം വരാതിരിക്കാൻ, അപ്പോൾ വസൂരി വരാതിരിക്കാൻ, വസൂരിയുടെ തന്നെ അല്ലെങ്കിൽ പോളിയോ വരാതിരിക്കാൻ അതിൻ്റെ തന്നെ നിർവീര്യമാക്കപ്പെട്ട അണുക്കളെ ശരീരത്തിൽ കുത്തിവെക്കുന്ന പോലെയാണ് വാക്സിനേഷൻ കൊടുക്കുന്നത്. നമ്മൾ അറിയാമല്ലോ വാക്സിനേഷൻ. അപ്പോൾ അങ്ങനെ ശരീരത്തെ ഈ വസൂരിക്കെതിരെ അല്ലെങ്കിൽ പോളിയോക്കെതിരെ പ്രതിരോധശേഷിയുള്ളതാക്കി മാറ്റുകയാണ് ഈ വാക്സിൻ അകത്ത് ചെന്ന് കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നീട് യഥാർത്ഥ വസൂരിയുടെ അല്ലെങ്കിൽ പോളിയോയുടെ ഒക്കെ രോഗാണുക്കൾ ശരീരത്തിനകത്ത് കയറിയാലും അത് അയാളെ ബാധിക്കുകയില്ല. കാരണം അയാളുടെ ശരീരം അതിനെതിരെ പ്രതിരോധശേഷി നേടിയിട്ടുണ്ട്. മനസ്സിലായോ? ഇതിനെതിരെ പ്രതിരോധശേഷിയുണ്ട്. അപ്പോൾ പാപത്തിൻ്റെ പരിഹാരമായിരിക്കുന്ന സുവിശേഷം എന്ന യഥാർത്ഥ മരുന്ന് മനുഷ്യരിലേക്ക് എത്തുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കാൻ പിശാച് നേരത്തെ തന്നെ സുവിശേഷത്തോട് സാമ്യമുള്ള നിർവീര്യമായ മിത്തുകൾ മനുഷ്യരുടെ മനസ്സാകുന്ന ശരീരത്തിലേക്ക് കുത്തിവെക്കുകയാണ്. അതിൻ്റെ ഫലം എന്താണെന്നറിയോ? പിന്നീട് യേശുക്രിസ്തുവിൻ്റെ കന്യകാജനനത്തെക്കുറിച്ചോ ക്രൂശ് മരണത്തെക്കുറിച്ചോ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചോ ഒക്കെ കേൾക്കുമ്പോൾ ആ മനുഷ്യ മനസ്സ് പറയും. മനുഷ്യ മനസ്സിനകത്ത് ഇത് കുത്തിവെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത് മനുഷ്യ മനസ്സ് എന്താ പറയുന്നത്? ഇതൊക്കെ എനിക്കറിയാം, ഇതാ പഴയ കഥയല്ലേ, ഇതുപോലെയുള്ളത് ഞങ്ങളുടെയിലും കുറേ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അപ്പുറത്തെ സംസ്കാരത്തിൽ ചെന്നാൽ അവിടെയും കുറേ ഉണ്ടല്ലോ, ഇതിലൊന്നും പുതുമയൊന്നും ഇല്ല എന്ന് മനുഷ്യ മനസ്സ് അവനോട് തന്നെ പറയും. അപ്പം അങ്ങനെ സത്യത്തിനെതിരെ മനുഷ്യ മനസ്സിനെ പ്രതിരോധശേഷിയുള്ളതാക്കി മാറ്റുക എന്നതാണ് പിശാചിൻ്റെ തന്ത്രം. ഇത് പിശാചിൻ്റെ ഒരു വലിയ കെണിയാണ്. എല്ലാ മതങ്ങളിലും അത്ഭുതങ്ങളുണ്ട്.
അതിനാൽ എല്ലാം മിത്താണ് എന്ന ചിന്താഗതി മനുഷ്യരിൽ വളർത്തുക എന്നതാണ് ആ കെണി. ബൈബിൾ വെളിപ്പെടുത്തുന്ന യേശുക്രിസ്തുവിൻ്റെ കന്യകയിൽ നിന്നുള്ള ജനനം എന്നത് ചരിത്രത്തിൽ സംഭവിച്ച ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയുമ്പോൾ അതിനെ മറ്റ് പുരാണ കഥകളുമായി താരതമ്യം ചെയ്യിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം ഇല്ലാതാക്കാൻ പിശാച് ശ്രമിക്കുന്നു. എല്ലാം കണക്കാണ് എന്ന ചിന്തയിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് പിശാചിൻ്റെ ഈ തന്ത്രമാണ്. ഇത്തരം സാമ്യങ്ങൾ കാണുമ്പോൾ നിരീശ്വരവാദികൾ ചോദിക്കുന്നത്, നിങ്ങളുടെ കഥയും അവരുടെ കഥയും തമ്മിൽ എന്താണ് വ്യത്യാസം? അതല്ലെങ്കിൽ മറ്റ് മതക്കാർ ചോദിക്കുന്നത്, നിങ്ങളുടെ കഥയും ഞങ്ങളുടെ കഥയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ചോദ്യം ക്രൈസ്തവ വിശ്വാസികളിൽ സംശയം ജനിപ്പിക്കാനും അവിശ്വാസികളെ ക്രിസ്തുവിലേക്ക് അടുക്കുന്നതിൽ നിന്ന് തടയാനും കാരണമാകുന്നു. ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് ചരിത്രമാണെന്നുള്ളതാണ്, ഹിസ്റ്ററിയാണെന്നുള്ളതാണ്. മതങ്ങളിലെ അല്ലെങ്കിൽ മിത്തുകളിലെ കഥകൾ പണ്ടൊരു കാലത്ത് വൺസ് അപ്പോൺ എ ടൈം എന്ന് ഇതുണ്ടല്ലോ, പണ്ട് എന്നും പറഞ്ഞ, അപ്പോൾ കൃത്യമായ കാലമില്ല, സ്ഥലമില്ല, ഒന്നുമില്ല, ചുമ്മാ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. അങ്ങനെയാണ് മിത്തുകളിലൊക്കെ ഉള്ളത്. എന്നാൽ സുവിശേഷം അങ്ങനെയല്ല. സുവിശേഷം കൃത്യമായി ഭരണാധികാരികളുടെ പേര്, സ്ഥലം, കാലം ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നോക്കാം. തിബെരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പിലാത്തോസ് യഹൂദ്യനാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവൻ്റെ സഹോദരനായ ഫിലിപ്പോസ് ഇഥൂര്യ ത്രഖോനിത്തി ദേശങ്ങളിലും ലൂസാന്യാസ് അബിലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാഫും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സഖര്യാവിൻ്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായി. ലൂക്കോസ് 3:1-2 വാക്യങ്ങൾ. ഈ വാക്യത്തിലുള്ള അത്രയും ചരിത്ര തെളിവുകൾ ആ കാലഘട്ടത്തിൽ നിന്നല്ല, അതിന് 1000 വർഷം കഴിഞ്ഞ് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പോലും നമുക്ക് കിട്ടുകയില്ല. അതായത് ഒരു സംഭവം പറയുകയാണ്, യോഹന്നാന് അരുളപ്പാടുണ്ടായി, അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷയ്ക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ആ യോഹന്നാന് അരുളപ്പാടുണ്ടായ കാലഘട്ടം ഏതാണെന്ന് കൃത്യമായിട്ട് പറയുകയാണ്. ഏതൊക്കെ ഭരണാധികാരികൾ എവിടെയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, സ്റ്റാലിൻ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ, ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ആളുകളുടെ ഇതൊക്കെ പറയുമ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് ഭരണത്തിലിരുന്ന കാലം വളരെ ചുരുക്കമായിരിക്കും. പിണറായി വിജയൻ 10 കൊല്ലമായിട്ട് ഇരിക്കുന്നുണ്ടാവും, പക്ഷേ ട്രംപ് ഇപ്പോൾ 2ാമത് കയറിയത് ഇപ്പോഴാണ്. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞത്, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഭരണത്തിലിരുന്ന ആ കാലം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലമായിരിക്കും. ചിലപ്പോൾ 1-2 വർഷമൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ഡേറ്റ് അവിടെ നിന്ന് കിട്ടുകയാണ്. ആ വിധത്തിലാണ് ലൂക്കോസ് തൻ്റെ സുവിശേഷം രചിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, അത്രമാത്രം ആധികാരികതയുള്ള വിവരണങ്ങളാണ് ഈ സുവിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. മിത്തുകൾ സ്ഥലകാലങ്ങൾക്ക് അതീതമായ കഥകളാണ്. സ്ഥലം കൃത്യമല്ല, കാലം കൃത്യമല്ല, ചരിത്രത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളില്ല, അങ്ങനെയൊന്നും ഇല്ലാതെ ഉള്ള കഥകളാണെങ്കിൽ യേശുവിൻ്റെ ചരിത്രം പത്രത്തിൽ വരുന്ന വാർത്ത പോലെ കൃത്യതയുള്ളതാണ്. അതായത് ഇന്നലെ ഇന്നയിടത്ത് വെച്ച് ഇന്ന പാർട്ടിക്കാരുടെ യോഗം നടന്നു, അതിൽ ഇന്ന നേതാക്കന്മാർ പ്രസംഗിച്ചു എന്ന് പത്രത്തിൽ ഒരു വാർത്ത വരുന്നത് പോലെ കൃത്യതയുള്ളതാണ്. മനസ്സിലായോ? അതേപോലെയാണ് ഈ ആളുകളുടെയൊക്കെ പേരുകൾ, സ്ഥലം ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് ലൂക്കോസ്. അപ്പോൾ പിശാചിൻ്റെ ലക്ഷ്യം ഈ ചരിത്രത്തെ, ബൈബിളിലുള്ള ഈ ചരിത്രത്തെ ഒരു മിത്തിൻ്റെ അല്ലെങ്കിൽ ഐതിഹ്യത്തിൻ്റെ തലത്തിലേക്ക് താഴ്ത്തിക്കെട്ടുക എന്നുള്ളതാണ്. അതാണ് പിശാചിൻ്റെ ലക്ഷ്യം. യേശുവും ഒരു മിത്താണെന്ന് സമ്മതിച്ചാൽ പ്രശ്നം തീർന്നു എന്ന് രഞ്ജിത്ത് തത്വമസി പറഞ്ഞല്ലോ. ആ വാദം ഇതിൻ്റെ ഭാഗമാണ്. അവനൊക്കെ പിശാചിൻ്റെ കയ്യിലെ ഉപകരണങ്ങളാണ്. അതുകൊണ്ടാണ് പിശാച് ആഗ്രഹിക്കുന്ന കാര്യം അവൻ പറയുന്നത്, അല്ലെങ്കിൽ അവനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. മനസ്സിലായോ? യേശുവിനെ ഒരു ചരിത്ര പുരുഷനല്ലാതാക്കി മാറ്റിയാൽ പിന്നെ പാപമോചനവും കുരിശുമരണവും വെറും കഥകളായി മാറും. അത് മനുഷ്യൻ്റെ രക്ഷയിലേക്കുള്ള വാതിൽ എന്നേക്കുമായി അടയ്ക്കും എന്ന് പിശാചിനറിയാം. എന്നാൽ ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും യേശുക്രിസ്തു ഒരു മിത്താണെന്ന് പറയുന്നത് വെറും മണ്ടത്തരമാണെന്ന്. വെറും മണ്ടത്തരമാണ്. കാരണം
ജനങ്ങൾ ഉണ്ടാക്കുന്ന മിത്തുകളിൽ എപ്പോഴും നായകൻ അമാനുഷിക ശക്തിയുള്ളവനും യുദ്ധത്തിൽ ജയിക്കുന്നവനും ശത്രുക്കളെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തുന്നവനുമായിരിക്കും. മനസ്സിലായോ? പരാജയപ്പെടുന്നതോ ക്രൂരമായി വധിക്കപ്പെടുന്നതോ ആയ ഒരു ദൈവത്തെയോ അല്ലെങ്കിൽ നായകനെയോ സങ്കല്പിക്കുക എന്നത് ആ കാലഘട്ടത്തിലെ ഈ ഹീറോ വർഷിപ്പ് രീതിക്ക് വിരുദ്ധമാണ്. ആ കാലഘട്ടത്തിലുള്ള ഐതിഹ്യങ്ങളെല്ലാം നിങ്ങൾ എടുത്തു നോക്കുക. ആ കാലഘട്ടത്തിലല്ല, ഏത് കാലഘട്ടത്തിലെയും. ഹെർക്കുലീസിനെ പോലെ, അക്കിലസിനെ പോലെ, പെർസിയസിനെ പോലെ, ഗിൽഗമേഷിനെ പോലെ, തോറിനെ പോലെ, സിഗാഡിനെ പോലെ, അതുപോലെ റമൂസിനെയും റോമുലിസിനെയും പോലെ, അർജുനനെയും ഭീമനെയും പോലെ, രാവണനെ വധിച്ച രാമനെ പോലെ ശക്തന്മാരായ നായകന്മാരാണ് മിത്തുകളിൽ ഉണ്ടാവുക. മനസ്സിലായ? ഇവരെല്ലാം ശാരീരിക ശക്തിയുടെയും വിജയത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ഇങ്ങനെ ശക്തന്മാരായിട്ട് അവതരിപ്പിച്ചാലേ ആൾക്കാർ പുറകെ കൂടുകയുള്ളൂ. മനസ്സിലായ? ആൾക്കാർ പുറകെ കൂടണമെങ്കിൽ അവരെക്കാളും അമാനുഷിക ശക്തിയുള്ള ആളുകളെ ഫോളോ ചെയ്യാൻ. അങ്ങനെ അതാണ് മനുഷ്യൻ്റെ മെൻറ്റാലിറ്റി. അതാണ്. മനസ്സിലായോ? മനുഷ്യൻ്റെ മെൻറ്റാലിറ്റി അതാണ്. അപ്പോൾ അതുകൊണ്ട് മിത്തുകളിലെല്ലാം ഇങ്ങനെയുള്ളവരാണ്. എന്നാൽ സുവിശേഷത്തിൽ കാണുന്ന യേശുക്രിസ്തു എങ്ങനെയുള്ള ആളാണ്? കുരിശിൽ തറയ്ക്കപ്പെട്ട് രക്തം വാർന്ന് ദുർബലനായി മരിക്കുന്ന ഒരു ദൈവത്തെ അല്ലെങ്കിൽ ഒരു നായകനെ ഭാവനയിൽ സൃഷ്ടിക്കുക എന്നുള്ളത് അന്നത്തെ മനുഷ്യരുടെ വീരസങ്കല്പങ്ങൾക്ക് തീർത്തും വിപരീതമായിരുന്നു. അങ്ങനെ ഒരു കഥ പടച്ചുണ്ടാക്കിയിട്ട്, ഒരു മിത്ത് ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ ഒരൊറ്റ ആൾ പോലും അതിന് വില കൊടുക്കുകയില്ല. മനസ്സിലായോ? ഒരൊറ്റ ആൾ പോലും അതിന് വില കൊടുക്കുകയില്ല. യേശുക്രിസ്തു ഒരു മിത്തിലെ നായകന് യോജിച്ച ആളല്ല. ഐതിഹ്യങ്ങളിലെ നായകൻ്റെ ഹീറോയിസം ഒന്നും യേശുക്രിസ്തുവിനില്ല. യഹൂദന്മാർ കാത്തിരുന്നത് റോമാക്കാരെ തോൽപ്പിക്കുന്ന ഒരു യുദ്ധവീരനായ മശിഹയാണ്, യുദ്ധവീരനെ. പക്ഷെ വന്നതോ തികച്ചും ദരിദ്രനായ, സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവരെ ശിഷ്യന്മാരായി കൂടെ കൂട്ടിയ, ഒടുവിൽ മനുഷ്യരുടെ പരിഹാസത്തിനും അവഹേളനത്തിനും പീഡനത്തിനും ഇരയായി കുരിശിൽ അപമാനകരമായ വിധത്തിൽ കൊല്ലപ്പെട്ട ഒരു മരപ്പണിക്കാരൻ. ഇതൊരു കെട്ടുകഥയായിരുന്നെങ്കിൽ, ഒരു മിത്തായിരുന്നെങ്കിൽ ഒരിക്കലും മനുഷ്യർ, ഈ മിത്തുണ്ടാക്കിയ മനുഷ്യർ ഇത്രയും ദയനീയമായ ഒരു അന്ത്യം തങ്ങളുടെ മിത്തിലെ നായകന് നൽകില്ലായിരുന്നു. ഈ ശിഷ്യന്മാർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ സംഭവിച്ചത് അത് മനുഷ്യൻ്റെ ഭാവനാ സൃഷ്ടിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ടാണ്. അതുകൊണ്ട് രഞ്ജിത്ത് തത്വമസിയെ പോലെയുള്ള ഹിന്ദുക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ മതത്തിനും വിശ്വാസത്തിനും ആധാരമായിരിക്കുന്നതെല്ലാം വെറും കെട്ടുകഥകളും മിത്തുകളുമാണെന്ന് ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ സമ്മതിച്ചോ, അതോടെ പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുക്കിലേക്ക് വരാൻ നിൽക്കരുത്. ആ പരിപ്പ് ഈ കലത്തിൽ വേവൂല. മനസ്സിലായ? അത് വേവിക്കാൻ നിങ്ങൾ കലം വേറെ നോക്കിക്കോ. ഇവിടെ ഞങ്ങളുടെ അടുത്ത്, ഞങ്ങളുടെ കയ്യിലുള്ള കലത്തിൽ ആ പരിപ്പ് വേവില്ല. ഇനി നമുക്ക് ഈ വീഡിയോയുടെ വിഷയത്തിലേക്ക് പോകാം. ആർഷ സംസ്കാരത്തിലെ അത്ഭുത ജനനങ്ങൾ. കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പലരും പാണ്ഡവരുടെയും കൗരവരുടെയും അയ്യപ്പൻ്റെയും തുടങ്ങി കുറേയേറെ ആർഷ സംസ്കാര അത്ഭുത ജനനങ്ങളെക്കുറിച്ച് കമൻ്റ് ഇടുകയുണ്ടായി. അതെല്ലാം പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. ദൈവം അനുവദിക്കുന്ന വർഷം എല്ലാം പറയുന്നതാണ്, ഒന്നും വിട്ട് കളയുകയില്ല. പക്ഷേ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ദൈർഘ്യം കൂടുമെന്നുള്ളതുകൊണ്ട് അല്പാൽപമായിട്ടേ പറയാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോയിൽ നമുക്ക് കൗരവരുടെയും പാണ്ഡവരുടെയും ആദ്യത്തെ ആചാര്യനായിരുന്ന കൃപരും കൃപരുടെ സഹോദരി കൃപിയും ജനിച്ച വിധം മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. മഹാഭാരതം ആദിപർവം സംഭവ പർവത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഞാനത് വായിക്കാം. ഗൗതമ മഹർഷിക്ക് ശാരദ്വാൻ എന്ന നന്ദനനുണ്ടായി. ശരങ്ങളോടൊത്തു തന്നെ ശാരദ്വാൻ ജനിച്ചു. അവന് വേദാധ്യായനത്തിൽ അത്ര ആഗ്രഹമില്ലായിരുന്നു. ധനുർവേദം പഠിക്കുന്നതിലായിരുന്നു താല്പര്യം. ബ്രഹ്മചാരികൾ തപസ്സുകൊണ്ട് നേടുന്ന വിധം അവൻ ദിവ്യാസ്ത്രമൊക്കെ തപസ്സുകൊണ്ട് നേടി. ധനുർവേദ പ്രിയം തപസ്സുകൊണ്ടും ശാരദ്വാൻ ദേവേന്ദ്രനെ സന്തപിപ്പിച്ചു. ഇത് വേറൊരു കോമഡിയാണ്. ഈ ആർഷ സംസ്കാരത്തിൽ ആര് തപസ് ചെയ്താലും ഇന്ദ്രൻ്റെ സമാധാനം പോവും. ഇന്ദ്രൻ ദേവന്മാരുടെയൊക്കെ തലവനാണെന്ന് ഓർക്കണം. ഋഗ്വേദത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ദൈവം ഇവരുടെ ഇന്ദ്രനാണ്. മനസ്സിലായ? എല്ലാ ദേവന്മാരുടെയും തലവനായിട്ട് നിൽക്കുന്ന ടോപ്പ് ദേവനാണ് ഇന്ദ്രൻ ഈ ഋഗ്വേദത്തിൽ. പക്ഷെ പിന്നീട് യജുർവേദത്തിലേക്കും സാമവേദത്തിലേക്കൊക്കെ വന്നപ്പോൾ ഇന്ദ്രന് ഡീപ്രൊമോഷൻ കിട്ടി. പുള്ളി താഴേക്ക് പോയി. പകരം ബ്രഹ്മാവും വിഷ്ണുവൊക്കെയാണ് അവിടെ വരുന്നത്.
അഥർവവേദത്തിലേക്ക് എത്തുമ്പോൾ രുദ്രനും കൂടി വരുന്നുണ്ട്. രുദ്രൻ എന്ന് പറഞ്ഞാൽ ശിവൻ. അപ്പോൾ 3 പേരായി. അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഏതായാലും അങ്ങനെയുള്ള ആ ഇന്ദ്രന് മനസ്സമാധാനം ഉണ്ടാവില്ല. ആരെങ്കിലും തപസ് ചെയ്താൽ മതി. ആരെങ്കിലും തപസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇന്ദ്രൻ്റെ സമാധാനം പോകും. ഇന്ദ്രൻ എന്ത് ചെയ്യുന്നറിയാം, ഉടനെ തന്നെ ഏതെങ്കിലും ഒരു അപ്സര സ്ത്രീയെ പറഞ്ഞു വിടും. നീ ചെല്ല്, അവൻ്റെ തപസ് മുടക്ക്. അതാണ് പരിപാടി. ഈ അപ്സര സ്ത്രീയൊക്കെ വന്ന് അല്പവസ്ത്രധാരണയൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ഇവരുടെ കൺട്രോളും പോകും. ഈ തപസ് ചെയ്യാൻ നിൽക്കുന്ന ടീമില്ലേ, ഇവറ്റകൾക്ക് ആർഷ സംസ്കാരത്തിലെ ആൾക്കാർക്കും ഒരു കൺട്രോളും ഉണ്ടായിരുന്നില്ല. അത് വേറെ കാര്യം. കണ്ടാൽ മതി, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, അപ്പം തന്നെ തീർന്നു പരിപാടി. ശുക്ലശ്രവണമാണ്. പിന്നെ നമുക്ക് വായിക്കാം. ഉടനെ ഇന്ദ്രൻ ജാനാപതി എന്നു പേരായ ദേവകന്യകയെ അവൻ്റെ തപസ്സിനെ വിഘ്നപ്പെടുത്താൻ പറഞ്ഞയച്ചു. അവൾ ശാരദ്വാന്റെ രമ്യമായ ആശ്രമത്തിലെത്തി. ആ ബാലിക വില്ലും അമ്പുമേന്തിയ ആ മുനീന്ദ്രനെ പ്രലോഭിപ്പിച്ചു. അഴകേറുന്ന മട്ടിൽ ഒറ്റ വസ്ത്രം ധരിച്ച് അവൾ മുമ്പിൽ നിൽക്കുന്നത് മുനി കണ്ടു. ആ അമാനുഷ സൗന്ദര്യം കണ്ട് മുനിയുടെ കണ്ണ് കുളിർത്തു. വില്ലും അമ്പും മുനിയുടെ കയ്യിൽ നിന്നും താഴെ വീണു. അവളെ കണ്ട് മുനിയുടെ ദേഹം കാമവികാരം കൊണ്ട് വിറച്ചു. ആ മുനി ജ്ഞാനബലത്താലും തപശക്തിയാലും മനസ്സിനെ നിലയ്ക്ക് നിർത്തി. ആ മതിമാൻ ധൈര്യം അവലംബിച്ചു. അവന് പെട്ടെന്നുണ്ടായ കാമവികാരം മൂലം ശുക്ലം സ്രവിച്ചു. അത് മുനി അറിഞ്ഞില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവർക്കൊന്നും കൺട്രോളില്ല. ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ശുക്ലം പോകും. അതാണ് ഇവരുടെ അവസ്ഥ. ഇത് മുനി അറിഞ്ഞതുപോലും ഇല്ല, അതങ്ങ് പോയി. ഈ അണ്ടർവെയർ ഒന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് ഇത് ചെന്ന് എവിടെയാണ് വീണതെന്നും പറയുന്നുണ്ട്. അത് ഞാൻ ബാക്കി ഇനി വായിക്കാം. വില്ലും അമ്പും കൃഷ്ണമൃഗത്തോലും എല്ലാം അവിടെ ഉപേക്ഷിച്ചു. ആ ആശ്രമത്തെയും ആ ദേവകന്യകയെയും അദ്ദേഹം ഉപേക്ഷിച്ചു പോകുമ്പോൾ അവൻ്റെ ശുക്ലം ശരപുൽത്തണ്ടിൽ വീണു. ശരസ്തംഭത്തിൽ വീണപ്പോൾ രേതസ് 2ആയി പിരിഞ്ഞു. ആ രേതസിൽ നിന്ന് 2 സന്തതികൾ ആ ശരപുൽത്തണ്ടിൽ നിന്നുണ്ടായി. അപ്പോൾ ഇത് നമ്മളല്ല, ഈ അണ്ടർവെയർ ഒന്നും ഇടുന്ന പരിപാടി അന്നില്ലാത്തിരുന്നത് കൊണ്ട് ഈ ശുക്ലം താഴെ വീണു. താഴെ വീണത് എവിടേക്കാണ്? ശരപ്പുല്ലിൻ്റെ മേലേക്കാണ് വീഴുന്നത്. വീണ് കഴിഞ്ഞപ്പോൾ 2ആയിട്ട് അത് വിഭാഗിക്കപ്പെട്ടു. രേതസ് എന്ന് പറഞ്ഞാൽ ശുക്ലമാണ്, സെയിം, രണ്ടൊന്നും തന്നെയാണ്. അപ്പോൾ ഈ രേതസ് താഴെ വീണിട്ട് ഈ പുല്ലിൽ വീണ് കഴിഞ്ഞപ്പോൾ ഇത് 2ആയിട്ട് വിഭാഗിക്കപ്പെട്ടു. ഈ ശരപ്പുൽത്തണ്ടിൽ ശുക്ലം വീണ് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് ഭാഗത്തായിട്ട് പിരിഞ്ഞു പോയ ഈ 2 ശുക്ലങ്ങളിൽ നിന്ന് 2 കുട്ടികളുണ്ടായി. മനസ്സിലായ? അത് കഴിഞ്ഞ് പിന്നീട് ഉണ്ടാകുന്ന കാര്യമാണ് പിന്നെ പറയുന്നത്. നായാട്ടിന് പോയ ശാന്തനു രാജാവിൻ്റെ സൈനികരിൽ ഒരുത്തൻ കാട്ടിൽ ചുറ്റുന്ന സമയത്ത് ഈ 2 കുട്ടികളെയും കണ്ടെത്തി. അടുത്ത് തന്നെ വില്ലും അമ്പും കൃഷ്ണമൃഗത്തിന്റെ തോലും കണ്ടെത്തി. ധനുർവേദജ്ഞനായ വിപ്രന്റെ മക്കളാണ് ഇവർ എന്നറിഞ്ഞു. രാജാവിനെ വില്ലിനെയും അമ്പിനെയും ഈ 2 കുട്ടികളെയും കാണിച്ചു. കൃപാന്വിതനായ രാജാവ് ആ മിഥുനത്തെ എടുത്ത് ഇവർ എൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞ് ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. ഗൗതമന്റെ 2 സന്താനങ്ങളെ പ്രദീപപുത്രനായ രാജാവ് പോറ്റി വളർത്തി. കുട്ടികൾക്ക് വേണ്ട സംസ്കാരങ്ങളൊക്കെ നടത്തി. കൃപയോടെ വളർത്തി പോന്നത് കാരണം കൃപൻ എന്ന് പേര് നൽകി. കൃപി എന്ന് പെൺകുട്ടിക്കും പേര് നൽകി. മഹാഭാരതം ആദിപർവം സംഭവപർവം. വിദ്വാൻ കെ പ്രകാശത്തിൻ്റെ തർജ്ജമ, അതാണ് എൻ്റെ കയ്യിലുള്ളത്, പേജ് 151 152. ഇവിടെ അണ്ടവുമില്ല, ഗർഭവുമില്ല, ഗർഭപാത്രവുമില്ല, പക്ഷെ കുഞ്ഞുണ്ടാകുന്നു. അതും 1 അല്ല 2 എണ്ണം. ശരദ്വാൻ മഹർഷിയുടെ അത്യപൂർവമായ ഈ പ്രത്യുൽപാദന രീതിയെ മുൻനിർത്തി ഹിന്ദുത്വ ഭീകരന്മാരോട് ഞങ്ങൾക്ക് ചില ചോദ്യങ്ങളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ശാസ്ത്രീയത വിശദീകരിച്ച് തരണം എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ. അത് ഞങ്ങൾ പറഞ്ഞു. ശാസ്ത്രീയതയൊന്നുമല്ല സംഗതി എന്താണെന്ന് തിയോളജിക്കൽ റീസൺ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ അങ്ങോട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ശാസ്ത്രബോധമൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്തതല്ലേ. അതുകൊണ്ടാണ് തിരിച്ച് ചില ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ സയൻറ്റിഫിക്കായിട്ട് ഉത്തരം പറയണം കേട്ടോ, സയൻറ്റിഫിക്കായിട്ട്. ഒന്നാമത്തെ ചോദ്യം, അണ്ടമില്ലാതെ എന്ത് ഭ്രൂണം? മനുഷ്യ പ്രത്യുൽപാദനത്തിന് പുരുഷ ബീജം മാത്രം പോരെന്നും അത് സ്ത്രീയുടെ അണ്ഡവുമായി സംയോജിച്ചാൽ മാത്രമേ സിക്താണ്ഡം അഥവാ സൈഗോട്ട് ഉണ്ടാവുകയുള്ളൂ എന്നും ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾ ഉടനെ ചോദിക്കും, മറിയയുടെ അണ്ഡം മാത്രമല്ലേ ഉണ്ടായുള്ളൂ, ബീജം എവിടെ, പുരുഷന്റെ ബീജം എവിടെ, അതില്ലാതെ എങ്ങനെ യേശുക്രിസ്തു ഉണ്ടായിരുന്നു? യേശുക്രിസ്തു ഉണ്ടായതിൽ മറിയയുടെ അണ്ഡത്തിനും പങ്കില്ല, വേറെ ആരെങ്കിൻ്റെയും ബീജത്തിനും പങ്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ ദൈവം സൃഷ്ടിച്ചതാണ്. അത് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം എടുത്തുകൊണ്ട് വരേണ്ട. അത് നിസ്തുലമായൊരു കാര്യം, ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം നടന്നിട്ടുള്ള കാര്യം. നിങ്ങളുടെ ആർഷ സംസ്കാരത്തിൽ ഇഷ്ടം പോലെയുണ്ട്, എന്നാൽ അതങ്ങനെയല്ല, അതൊരിക്കൽ മാത്രം നടന്നിട്ടുള്ളത്. കാരണം ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വരുമ്പോൾ
മറ്റുള്ളവരുടേതുപോലെയല്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അണ്ടമോ ബീജമോ കിട്ടിയിട്ട് വേണ്ട ഭൂമിയിലേക്ക് വരാൻ. നിസ്തുലനായിട്ടുള്ളൊരു ജനനമാണത്. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഇത് സാധാ ഒരു മുനി, ആ മുനിയുടെ മുമ്പിൽ ഒരു പെൺകുട്ടി വന്നു, അപ്പോൾ ഉണ്ടായതാണ് ഈ കൃപനും അതുപോലെ കൃപിയും ഉണ്ടായത്. അപ്പോൾ ചോദ്യം ഇതാണ്, അണ്ടവും ബീജവും തമ്മിൽ സംയോജിച്ചാൽ മാത്രമേ സിക്താണ്ട് ഉണ്ടാവുകയുള്ളൂ. 23 ക്രോമസോമുകൾ മാത്രമുള്ള ബീജം വെറും ഒരു പുല്ലിൽ വീണ് 2ആയി പിരിഞ്ഞാൽ എങ്ങനെയാണ് 46 ക്രോമോസോമുകളുള്ള മനുഷ്യ ശരീരമായി അത് മാറുക? അതും ഇനിയിപ്പോൾ ശരപ്പുല്ലിന് അണ്ഡം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ശരപ്പുല്ലിൽ നിന്ന് അണ്ഡം വന്നു, പിന്നെ ബീജം ഓൾറെഡി അവിടെ വീഴുകയും ചെയ്തല്ല. അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്കിതിൻ്റെ വിശദീകരണം എന്താ തരാനുള്ളത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ പുല്ലിൽ പ്ലാസൻ്റ എവിടെ? ഗർഭപാത്രത്തിൽ ഭ്രൂണത്തിന് വളരാൻ ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും ലഭിക്കുന്നത് അമ്മയുടെ രക്തത്തിൽ നിന്ന് പ്ലാസൻ്റ വഴിയാണ്, പൊക്കിൾക്കൊടിയിലൂടെ. ഉണങ്ങിയ ശരപ്പുല്ലിൽ വീണ ബീജത്തിന് എവിടെ നിന്നാണ് 9 മാസം വളരാൻ ആവശ്യമായ രക്തവും പോഷകങ്ങളും ലഭിച്ചത്? ഇനിയിപ്പോൾ പുല്ലിൽ നിന്ന് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം വഴി കിട്ടുന്ന ഊർജം കൊണ്ടാണോ ആ മനുഷ്യ കുഞ്ഞുങ്ങൾ രണ്ടും വളർന്നു വന്നത്? ഇനി മൂന്നാമത്തെ ചോദ്യം, ഒരേ ബീജം 2ആയി പിരിഞ്ഞ് കുട്ടികളുണ്ടായാൽ അവർ ഒരേ ലിംഗത്തിൽപ്പെട്ടവരും, അതായത് ഒന്നുകിൽ ആൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ, അങ്ങനെയായിരിക്കും. മാത്രമല്ല അവർ ഒരേ ജനിതക ഘടന ഉള്ളവരും ആയിരിക്കും. ഇവിടെ ബീജം 2ആയി പിരിഞ്ഞു എന്നാണ് കഥയിൽ പറയുന്നത്. എന്നിട്ട് എങ്ങനെയാണ് ഒന്ന് ആണും മറ്റൊന്ന് പെണ്ണും, അതായത് കൃപനും കൃപിയും? അപ്പോൾ ഒന്ന് ആണും മറ്റൊന്ന് പെണ്ണുമായി മാറിയത് എങ്ങനെയാണ്? ജനിതകശാസ്ത്രത്തിലെ ഈ അടിസ്ഥാന തത്വം പോലും ലംഘിക്കുന്ന ഈ കഥയാണോ നിങ്ങൾ വലിയ കാര്യമായിട്ട് തള്ളിമറിക്കുന്ന ശാസ്ത്രം? ഹിന്ദുയിസത്തിലുള്ളതെല്ലാം ശാസ്ത്രമാണ്, പക്ഷെ ക്രിസ്ത്യാനികളുടെ പൊട്ടക്കഥകളാണ്. ശാസ്ത്രപരമായിട്ട് ശാസ്ത്രീയമായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വന്നവരല്ലേ നിങ്ങൾ, അല്ലേ? അപ്പോൾ ഇതാണോ നിങ്ങളുടെ ശാസ്ത്രം? ഇനി നാലാമത്തെ ചോദ്യം അണുബാധയും താപനിലയും സംബന്ധിച്ചുള്ളതാണ്. അതായത് ഈ മനുഷ്യഭ്രൂണം വളരാൻ കൃത്യമായ താപനില, ബോഡി ടെമ്പറേച്ചറെ അത് കൃത്യമായിരിക്കണം. അതുപോലെ അണുവിമുക്തമായ അന്തരീക്ഷവും ആവശ്യമാണ്. ഈ കാട്ടിലെ പുല്ലിൽ പൊടിപടലങ്ങളും ബാക്ടീരിയകളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ സൂര്യതാപമേറ്റ് ഉണങ്ങിപ്പോകാതെ ഈ ബീജം എങ്ങനെ മാസങ്ങളോളം നിലനിന്നു? കാട്ടിലെ ഉറുമ്പുകളും പ്രാണികളും ഇതിനെ തിന്നുപോകാതിരുന്നത് എന്തുകൊണ്ടാണ്? സാധാരണ അങ്ങനെ വീണ് കഴിഞ്ഞാൽ പ്രാണികളൊക്കെ വന്ന്, ഉറുമ്പുകളും മറ്റും പ്രാണികളൊക്കെ വന്ന് ഇങ്ങനെയുള്ളതൊക്കെ തിന്നു പോകുന്നതാണല്ലോ. എന്തുകൊണ്ട് തിന്നു പോകാതെ അങ്ങനെ ഇരുന്നു? മാത്രമല്ല ഇതിൻ്റെ അണുബാധ ഏൽക്കാതിരുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ താപനില എങ്ങനെ കൃത്യമായി? നമുക്കറിയാം, രാവിലെ തണുപ്പൊക്കെ ആയി, രാത്രി തണുപ്പ്, രാവിലെയൊക്കെ തണുപ്പ് മാറി വരും, ഉച്ചയാകുമ്പോൾ നല്ല വെയിൽ, നല്ല ചൂട്, പിന്നെ വീണ്ടും ഇത് പറയും, അങ്ങനെയാണല്ലോ വരുന്നത്. എന്നാൽ മനുഷ്യ ശരീരത്തിനകത്ത് ഇതൊന്നും ബാധകമല്ല, ഇങ്ങനെയുള്ള ഒന്നും ബാധിക്കുന്നില്ല. കൃത്യമായ ഒരു ശരീരോഷ്മാവ് ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ ബാധിക്കില്ല. ഇവിടെ അങ്ങനെയല്ലല്ലോ, ഇത് പുറത്തല്ലേ. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഗർഭപാത്രത്തിന് പുറത്ത് മനുഷ്യഭ്രൂണം പൂർണ്ണ വളർച്ചയെത്തുന്ന സാങ്കേതിക വിദ്യ ഇന്നും ശാസ്ത്രലോകത്തിനൊരു വെല്ലുവിളിയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ പോലും വെറും ടെസ്റ്റ് ട്യൂബിലല്ല, അത്യാധുനിക ബയോ ബാഗുകളിലാണ് ഇങ്ങനെയുള്ളത് പരീക്ഷിക്കുന്നത്. അപ്പോൾ യാതൊരു ലബോറട്ടറി സംവിധാനവുമില്ലാതെ വെറും പുൽത്തണ്ടിൽ മനുഷ്യനെ വളർത്തിയെടുത്തു എന്ന് പറയുന്നത് വായുവിൽ കൊട്ടാരം പണിയുന്നത് പോലെ തന്നെയല്ലേ ഹിന്ദുത്വവാദികളെ, അല്ലേ? ഞാൻ ശൂന്യതയിൽ ഒരു കൊട്ടാരം പണിതു എന്ന് പറയുന്നതല്ലേ ഇതിനേക്കാളും കുറെ കൂടി ആധികാരികവും വിശ്വാസയോഗ്യമായിട്ടുള്ളത്? അത്രയും പോലും വിശ്വാസ്യത ഈ കഥയ്ക്കുണ്ടോ? ഇനി ആറാമത്തെ ചോദ്യം, ഗർഭകാലം എത്രയായിരുന്നു? സാധാരണ 10 മാസത്തിൽ താഴെയാണ്, ഏതാണ്ട് ഒരു 280 ദിവസം. അതാണ് അമ്മയുടെ വയറ്റിൽ ഈ കിടക്കുന്നത്. ഭ്രൂണം കിടന്ന് അത് വളർന്ന് ഈ 250 ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ച എത്തിയിട്ട് കുഞ്ഞായിട്ട് പുറത്തു വരുന്നത്. ഇവിടെ ബീജം ഈ പുല്ലിൽ വീണ ഉടനെ കുട്ടികളുണ്ടായോ? അതോ ശാന്തനു രാജാവിൻ്റെ ഭടന്മാർ വരുന്നത് വരെ മാസങ്ങളോളം ഈ ഭ്രൂണങ്ങൾ പുല്ലിൽ കിടക്കുകയായിരുന്നു? ആ സമയമത്രയും ഈ ഭ്രൂണങ്ങളെ മഴയും വെയിലും കൊള്ളാതെ ആരാണ് സംരക്ഷിച്ചത്? ഇനി ഏഴാമത്തെ ചോദ്യം, ഇതിൻ്റെ DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഫലം എന്തായിരിക്കും? ഈ കൃപൻ്റെയും കൃപിയുടെയും DNA ടെസ്റ്റ് നടത്തിയാലേ ഫലം എന്തായിരിക്കും? ഈ കുട്ടികളുടെ പിതാവ് ഈ ശാരദ്വാനാണെന്ന് സമ്മതിക്കാം, കാരണം അദ്ദേഹത്തിൻ്റെ ബീജമാണല്ലോ വന്നത്.
മാതാവ് ആരാണ്? ആ ശരപ്പുല്ലാണോ? അതോ ഇന്ദ്രൻ അയച്ച ജാനപതി എന്ന അപ്സരസാണോ? കാരണം അപ്സരസിൻ്റെ ഗർഭപാത്രത്തിലല്ല കുട്ടി വളർന്നത്, അപ്സരസിൻ്റെ അണ്ടവും ഇല്ല, അതൊന്നുമില്ല. അപ്സരസ് പക്ഷെ കണ്ടല്ലോ, അതിനെ കണ്ടപ്പോഴാണല്ലോ ഇത് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതാണോ? അപ്പോൾ ഈ കുട്ടികളുടെ DNA-യിൽ മാതാവിൻ്റെ ജീനുകളുമാണല്ലോ. ഈ മൈറ്റോകോൺട്രിയൽ DNA എന്ന് പറയുന്നൊരു സാധനമുണ്ട്, മൈറ്റോകോൺട്രിയൽ ലീവ് എന്നൊക്കെ പറയുന്നത്. അതെവിടെ നിന്നാണ് വന്നത്? അതോ മൈറ്റോകോൺട്രിയൽ ഈവ് ഇല്ലാത്ത, അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയൽ DNA ഇല്ലാത്ത, മാതാവില്ലാത്ത മനുഷ്യർ അക്കാലത്തുണ്ടായിരുന്നു എന്നാണോ നിങ്ങളുടെ പുതിയ കണ്ടുപിടുത്തം? പറയ്, ഹിന്ദുത്വവാദികളെ പറ, ഞങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുന്ന നിങ്ങളാണോ ഹിന്ദുത്വവാദികളെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി ചോദിച്ചു വരുന്നത്? അങ്ങനെ ചോദിക്കുന്നതിൽ ഒരു ലജ്ജയും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് മഹാ ആശ്ചര്യം തന്നെയാണ് കേട്ടാ. ഞങ്ങളിപ്പോൾ 7 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിച്ചത്. മുമ്പത്തെ 13 ചോദ്യങ്ങളും കൂടി ചേർത്താൽ മൊത്തം 20 ചോദ്യങ്ങളായി. ഹിന്ദുത്വവാദികൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം. 20 ചോദ്യങ്ങൾ. ഇനി നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം. ആർഷഭാരതത്തിൽ അത്ഭുത ജനനങ്ങൾ ഒരെണ്ണം കൂടി നോക്കാം. ഈ കൃപരുടെ അളിയനുണ്ട്, കൃപരുടെ അളിയൻ, കൗരവ പാണ്ഡവരുടെ ഗുരുവുമായിരുന്ന ദ്രോണാചാര്യർ. ദ്രോണാചാര്യർ എങ്ങനെയാണ് ജനിച്ചതെന്ന് നോക്കാം. മഹാഭാരതം ആദിപർവം സംഭവപർവത്തിൽ തന്നെയാണ് ഇക്കാര്യവും പറയുന്നത്. ഞാൻ വായിക്കാം. ഗംഗാദ്വാരത്തിൽ സംശ്രിതവ്രതനായി ഭരദ്വാജൻ എന്നു പേരായ ഒരു മുനി നിവസിച്ചിരുന്നു. ഹോമകാര്യങ്ങൾ നിർവഹിച്ച് മഹാനായ ആ മുനി മുനിമാരോടുകൂടി വാഴുന്ന കാലത്ത് ഒരു ദിവസം പെട്ടെന്ന് ഗംഗയിൽ കുളിക്കാൻ ചെന്നു. മുനി ചെന്ന സമയത്ത് അവിടെ അലൗകിക രൂപഗുണം തികഞ്ഞ ചോരത്തിളപ്പുള്ള ഒരു ദേവസുന്ദരി നിൽക്കുന്നു. മദാലാസാക്ഷിയായ ഗൃധാജി എന്ന ആ സുരസുന്ദരിയെ കണ്ടു. ഈറനായ ഒറ്റ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന അവളുടെ വസ്ത്രം നദീതീരത്തിൽ പെട്ടെന്ന് കാറ്റ് തട്ടി കിഴിഞ്ഞു വീണു. ഊർന്നു വീഴുന്ന വസ്ത്രം അവൾ പെട്ടെന്ന് പിടിച്ച് നഗ്നത മറയ്ക്കുവാൻ നോക്കി. വസ്ത്രം അഴിഞ്ഞ് കിഴിഞ്ഞ ആ അത്ഭുതാംഗിയുടെ കാമ്യരൂപം നോക്കി മുനി കാമവികാരഭരിതനായി നിന്നു. അവളിൽ മനസ്സ് ചെന്ന ഭരദ്വാജന് ശുക്ലം സ്രവിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്കൊന്നും ഒരു കൺട്രോളും ഇല്ല. ഒരു പെണ്ണിനെ കണ്ടാൽ മതി, അപ്പോൾ ശുക്ലസ്രവണമാണ്. അർഷ സംസ്കാരത്തിലല്ലാതാണ്. ഇന്ദ്രനൊക്കെ പറയാൻ വേണ്ട, ഇന്ദ്രനൊക്കെ വെറും കുക്കുടഭോഗത്തിൻ്റെ ആളാണ്. കുക്കുടം എന്ന് പറഞ്ഞാൽ കോഴി. കോഴീനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കോഴി ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് കോഴീനെ വളർത്തിയിരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ചെല്ലുന്ന കയറുന്ന ഇറങ്ങി പോകുന്നു. അതുപോലെയൊക്കെയാണ് ഇന്ദ്രനൊക്കെ അങ്ങനത്തെ ടീമാണ്. വെറും കുക്കുടഭോഗികളായിരുന്നു ഇവരെല്ലാം. വായിക്കാം നമുക്ക്. ഭരദ്വാജന് ശുക്ലം സ്രവിച്ചു. മുനി ആ ശുക്ലം ഒരു ദ്രോണത്തിലാക്കി, അഥവാ കുടത്തിലാക്കി. ദ്രോണം എന്ന വാക്കിൻ്റെ അർത്ഥം കുടമെന്നാണ്. വിശിഷ്ടനായ ഭരദ്വാജ മുനിയുടെ ബീജത്തിൽ നിന്ന് ദ്രോണൻ കുംഭത്തിൽ നിന്ന് ജനിച്ചു. ദ്രോണത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ദ്രോണൻ എന്ന് പേര് സിദ്ധിച്ചു. മഹാഭാരതം ആദിപർവം സംഭവപർവം വിദ്വാൻ കെ പ്രകാശത്തിൻ്റെ തർജ്ജമ, പേജ് 152. ആർഷഭാരത മുനിമാരുടെ ടെക്നിക്കുകൾ അപാരം തന്നെയാണ്, അപാരമാണ്. അവർക്കൊക്കെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ സ്ത്രീയുടെ അണ്ടമോ ഗർഭപാത്രമോ ഒന്നും വേണ്ട, വെറും മൺകുടം മതി. മൺകുടം മാത്രം ഉണ്ടായാൽ മതി, കുട്ടികൾ റെഡി. ഇതാണ് ആർഷഭാരത മുനിമാരുടെ ടെക്നിക്കുകൾ. എന്തായാലും ഈ വിവരണത്തിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഹിന്ദുത്വവാദികൾ ഉത്തരം പറയണം. ഒന്നാമത്തെ ചോദ്യം, ഏകകോശത്തിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ദൂരം. അതായത് മനുഷ്യബീജം എന്നത് 23 ക്രോമസോമുകൾ മാത്രമുള്ള ഒരു ഹാപ്ലോയിഡ് കോശമാണ്. സ്ത്രീയുടെ അണ്ഡവുമായി ചേരാതെ അതിന് ഒരിക്കലും വിഭജിച്ച് വളരാനോ മനുഷ്യരൂപം പ്രാപിക്കാനോ കഴിയില്ല. ഈ ഭരദ്വാജ മഹർഷി കുടത്തിലേക്ക് നിക്ഷേപിച്ച ബീജത്തിന് അണ്ടമില്ലാതെ എങ്ങനെയാണ് സ്വയം വിഭജിച്ച് കയ്യും കാലും ഹൃദയവും തലച്ചോറുമൊക്കെയുള്ള ഒരു മനുഷ്യനായി മാറാൻ സാധിച്ചത്? മൺകുടം അണ്ടം ഉൽപ്പാദിപ്പിച്ചോ? ഉൽപ്പാദിപ്പിച്ചോ? രണ്ടാമത്തെ ചോദ്യം, അത് ഈ IVF ഉണ്ടല്ലോ, ആധുനിക ശാസ്ത്രത്തിലുള്ള ടെസ്റ്റ് ട്യൂബ് ശിശുക്കളെ ആ ഒരു ഇതിൽ വരുന്ന IVF, അതായത് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ടെക്നോളജി. ഇപ്പോൾ ഇവന്മാരിത് പറഞ്ഞു നടക്കുന്ന ഇതാണ്. IVF ഒക്കെ ഇന്ന് കണ്ടുപിടിച്ചതൊന്നുമല്ല, ഇതൊക്കെ പണ്ടേ ആർഷ സംസ്കാരത്തിലുണ്ടായിരുന്നു, ആർഷഭാരതത്തിലുണ്ടായിരുന്നതാ. ഇവിടുത്തെ മുനിമാർക്ക് അതൊക്കെ അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നുണ്ട്. ഈ സംഭവം പറഞ്ഞിട്ട് ദ്രോണാചാര്യരുടെ ജനനം പറഞ്ഞിട്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല. മറ്റേ ഗണപതിയുടെ കാര്യം പറഞ്ഞ് തലമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തത്തക്കവണ്ണം ആർഷഭാരതം അത്രയും ഉയർന്ന സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരുന്ന നാടായിരുന്നു പറയുന്നവന്മാരാകുമാർ. അപ്പോൾ പിന്നെ ഇതിൽ ഈ IVF എന്നൊക്കെ പറഞ്ഞ് വരുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഹിന്ദുത്വവാദികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആധുനിക ശാസ്ത്രത്തിലെ
ടെസ്റ്റ് ട്യൂബ് ശിശു അല്ലെങ്കിൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ഉണ്ടാകുന്ന ഇതെന്ന് പറഞ്ഞാൽ ആ സാങ്കേതിക വിദ്യയിൽ സ്ത്രീയുടെ അണ്ഡവും പുരുഷൻ്റെ ബീജവും പുറത്ത് വച്ച് സംയോജിപ്പിച്ച ശേഷം ആ ഭ്രൂണത്തെ തിരികെ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് വളർത്തുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അണ്ഡമില്ലാതെ അല്ല, അണ്ഡവും ബീജവും ഉണ്ട്. അത് രണ്ടും ടെസ്റ്റ് ട്യൂബിനകത്ത് വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം തിരിച്ച് ഈ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുകയാണ്. എന്നാൽ ഇവിടെ ദ്രോണാചാര്യയുടെ ജനനത്തോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ അണ്ഡവുമില്ല, ഗർഭപാത്രവുമില്ല. പിന്നെ ഏത് ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ദ്രോണരുടെ ജനനത്തെ നിങ്ങൾ IVF എന്ന് വിളിക്കുന്നത്? ഇത് IVF അല്ല, മൺകുടം പ്രസവിക്കുന്ന മാജിക്കാണ്. മനസ്സിലായ? മൺകുടം പ്രസവിക്കുന്ന വെറും മാജിക്ക് മാത്രമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, പോഷണം എവിടെ നിന്ന്? അതായത് ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിന് പൊക്കിൾക്കൊടി വഴി അമ്മയിൽ നിന്ന് ഈ പൊക്കിൾക്കൊടി വഴിയാണ് ഓക്സിജനും ആഹാരവും ഒക്കെ ലഭിക്കുന്നത്. മൺകുടത്തിൽ കിടന്ന ദ്രോണർ എന്ന ആ ഭ്രൂണത്തിന് ആഹാരം എവിടുന്ന് കിട്ടി? പൊക്കിൾക്കൊടി ഇല്ലല്ലോ. അതിനിപ്പോൾ ഈ മൺകുടത്തിൽ നിന്ന് പൊക്കിൾക്കൊടി ഉണ്ടായോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അതോ ഈ കുടത്തിലെ മണ്ണ് നിന്നാണോ 10 മാസം ആ കുഞ്ഞ് വളർന്നത്? ആ ഭ്രൂണം മനുഷ്യക്കുഞ്ഞായി തീർന്ന് പിന്നെ മനുഷ്യക്കുഞ്ഞ് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിയത് ഈ 10 മാസം അല്ലെങ്കിൽ 9 മാസവും 9 ദിവസവും ഈ മണ്ണ് നിന്നാണോ വളർന്നത്? അതോ കുഞ്ഞിന് പൊക്കിൾക്കുടി, ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഈ മൺകുടത്തിൽ നിന്ന് പൊക്കിൾക്കുടി ഉണ്ടായോ? പറ, എങ്ങനെയാണ് ഈ കുഞ്ഞിന് പോഷണം അവിടെ നിന്ന് കിട്ടി? വളരാൻ ആവശ്യമായ പോഷണം അവിടെ നിന്ന് കിട്ടി? പറയ്. പിന്നെ നാലാമത്തെ ചോദ്യം താപനിലയും സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഗർഭപാത്രത്തിലെ കൃത്യമായ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ആ താപനിലയിലും അതുപോലെ തന്നെ ഗർഭപാത്രത്തിനകത്തുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ആ അമ്നിയോട്ടിക് ദ്രാവകത്തിലുമാണ് കുഞ്ഞ് സുരക്ഷിതമായിട്ടിരിക്കുന്നത്. നദീതീരത്ത് തുറന്നു വച്ചതോ അല്ലെങ്കിൽ അടച്ചു വെച്ചതോ ആയ ഒരു മൺകുടത്തിൽ പുറത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെയൊക്കെ അതിജീവിച്ച് ഒരു ഭ്രൂണം എങ്ങനെ വളരും? ആ കുടത്തിലെ വെള്ളം വറ്റിപ്പോവുകയോ തണുത്തുറയുകയോ തിളയ്ക്കുകയോ ചെയ്യില്ല എന്ന് ഉറപ്പിക്കാൻ അവിടെ എന്ത് സംവിധാനമാണ് ഉണ്ടായിരുന്നത്? ഇപ്പോൾ നട്ടുച്ച വെയിലിലൊക്കെ ആണെങ്കിൽ തിളച്ച് ഇതായിട്ട് പോകാം, അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയത്താണെങ്കിൽ തണുത്തുറഞ്ഞു പോകാം. അപ്പം ഇങ്ങനെയൊന്നും ഇല്ലാതെ അതെങ്ങനെ നിന്നു? ലാബോറട്ടറി ഒന്നും ഇല്ലല്ലോ, അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്ത് സംവിധാനമാണ് ഇതിന് അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്നത്? അതൊന്ന് പറ. അഞ്ചാമത്തത് അണുബാധയാണ്, ഇൻഫെക്ഷൻ. ഈ ബീജം ശേഖരിച്ച കുടം അണുവിമുക്തമായിരുന്നോ? അന്തരീക്ഷത്തിലെ ബാക്ടീരിയകളും ഫംഗസുകളും കയറി ആ ദ്രാവകം ചീഞ്ഞു പോകാതിരുന്നത് എങ്ങനെയാണ്? ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ശുക്ലം എടുത്ത് ഒരു മൺകുടത്തിനകത്താക്കിയിട്ട് എടുത്ത് വെച്ച് നോക്ക്. അത് ചീഞ്ഞു പോകാതെ അവിടെ ഇരിക്കുന്നുണ്ടോ നമുക്കറിയാമല്ലോ. ഈ ആധുനിക ലബോറട്ടറികളിൽ പോലും അതീവ സുരക്ഷാ സംവിധാനങ്ങളിൽ ഈ കൾച്ചർ ചെയ്തു വച്ചിരിക്കുന്ന ഈ സാധനം, ഈ മീഡിയം, ഇത് കേടാകാറുണ്ട്. മനസ്സിലായോ? അത്രയും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ള ലബോറട്ടറികളിൽ പോലും ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് ഇതാക്കി വെച്ചിരിക്കുന്ന ഈ സാധനമൊക്കെ കേടായി പോകാറുണ്ട്. അപ്പോൾ പിന്നെ വെറും ഒരു മൺകുടത്തിൽ, നദീതീരത്ത് വെറും ഒരു മൺകുടത്തിൽ വയ്ക്കുന്ന ഈ ഭ്രൂണം, അതിൻ്റെ കാര്യം പറയണോ? അത് കേടായി പോകാതിരിക്കുമോ? ഇനി ആറാമത്തത് മാതാവില്ലാത്ത മനുഷ്യൻ. ഈ കൃപിയുടെയും കാര്യം പോലെ തന്നെയാണ് മാതാവില്ലാത്തത്. അതായത് നേരത്തെ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനുണ്ടാകാൻ അച്ഛൻ്റെയും അമ്മയുടെയും ജീനുകൾ വേണം. മനസ്സിലായ? അവരുടെ രണ്ടുപേരുടെയും ക്രോമസോമുകൾ വേണം. അപ്പോൾ ദ്രോണർക്ക് അമ്മയില്ലെങ്കിൽ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ മൈറ്റോകോൺട്രിയൽ DNA അത് കിട്ടിയത്? അമ്മയില്ലാതെ അച്ഛൻ മാത്രമുള്ള ഒരു കുഞ്ഞ് എന്നത് ജനിതകശാസ്ത്രത്തിന് അന്നും ഇന്നും എന്നും അസാധ്യമായ കാര്യമാണ്. അപ്പോൾ പിന്നെ ദ്രോണൻ എങ്ങനെയുണ്ടായി? ദ്രോണൻ മനുഷ്യനല്ലേ? മാതാവില്ല, മാതാവിൻ്റെ മൈറ്റോകോൺട്രിയൽ DNA ഇല്ല. അതെങ്ങനെ സാധ്യമാകുന്നതാണ് ചോദ്യം. ഇനി ഏഴാമത്തെ ചോദ്യം ദ്രോണരുടെ വിസർജനമാണ്. അതായത് ഈ 10 മാസം അല്ലെങ്കിൽ കുഞ്ഞ് അതിനകത്തുള്ള ഭ്രൂണം പൂർണ്ണ വളർച്ച എത്തുന്നത് വരെ അത് കിടന്നിരുന്നത് ഈ കുടത്തിനുള്ളിലായിരുന്നല്ലോ. അപ്പോൾ ഈ സമയം അത്രയും കുഞ്ഞിൻ്റെ മലമൂത്ര വിസർജനങ്ങൾ എങ്ങോട്ടാണ് പോയത്? സ്വന്തം വിസർജ്യത്തിൽ കിടന്നാണോ കുഞ്ഞ് വളർന്നത്? ഗർഭപാത്രത്തിലാണെങ്കിൽ ഈ അമ്മയുടെ പൊക്കിൾക്കുടി ഉണ്ടല്ലോ, ആ പൊക്കിൾക്കുടിയിലൂടെ ആഹാരങ്ങൾ മാത്രമല്ല കുഞ്ഞിൻ്റെ അകത്തേക്ക് ചെല്ലുന്നത്, ഈ കുഞ്ഞിനകത്തുള്ള ഈ വിസർജ്യങ്ങളും തിരിച്ച് വലിച്ചെടുക്കുന്നുണ്ട്. പൊക്കിൾക്കുടിയിലൂടെ തന്നെ അത് വലിച്ചെടുക്കപ്പെടും. അങ്ങനെ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു. മനസ്സിലായോ? അതുകൊണ്ട് കുഞ്ഞ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിനകത്തൊരു കുഴപ്പമില്ലാതെ കിടക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ, പൊക്കിൾക്കുടി ഇല്ലല്ലോ.
അപ്പോൾ ഈ കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മലമൂത്ര വിസർജനം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ മൺകുടത്തിൽ അതെങ്ങനെ സാധിച്ചു? അപ്പോൾ 7 ചോദ്യങ്ങളാണ് ഹിന്ദുത്വവാദികളെ, 7 ചോദ്യങ്ങൾ. മൊത്തം എത്രയാണെന്നറിയോ? ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ 13 ചോദ്യം, ഈ വീഡിയോയിൽ മുൻപൊരു 7 ചോദ്യം, ഇപ്പോൾ 7 ചോദ്യം, അങ്ങനെ 13 + 7 + 7 27 ചോദ്യങ്ങളാണ് ഞങ്ങൾ ഹിന്ദുത്വവാദികളോട് ചോദിച്ചിരിക്കുന്നത്. ഏത് ഹിന്ദുത്വവാദിക്ക് വേണമെങ്കിലും വന്ന് മറുപടി പറയാം, അല്ലെങ്കിൽ മറുപടി വീഡിയോ ഇറക്കാം, എന്തുവേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. മറുപടി വീഡിയോ ഇറക്കിയിട്ട് ഇവിടെ വന്ന് അതിൻ്റെ ലിങ്ക് ഇട്ടാലും മതി. കയറി നോക്കിയിട്ട് മറുപടി ഉണ്ടോ, അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി ഞങ്ങൾ പറഞ്ഞോളാം. പക്ഷെ നിങ്ങൾ മറുപടി ആയിരിക്കണം പറയേണ്ടത്, അല്ലാതെ വായ തോന്നിയത് വിളിച്ചു പറയരുത്. ഇവിടെ വന്ന് ആ പുള്ളി ബംഗ്ലാദേശിയാണ്, ഇന്ത്യക്കാരനല്ല, ഹിന്ദു അല്ല, മുസ്ലിമാണ്, എക്സ് മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. മനസ്സിലായോ? ഞങ്ങളിപ്പോൾ ചോദിച്ച ഈ 27 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ ചങ്ങാതി അമുസ്ലിമാണോ, മുസ്ലിമാണോ, എക്സ് മുസ്ലിമാണോ, ഹിന്ദു ആണോ എന്നുള്ളതൊന്നുമല്ല. അതല്ല, ഇത് നിങ്ങളുടെ പ്രമാണങ്ങളിൽ നിന്നുള്ള ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം പ്രമാണങ്ങളിൽ നിന്ന് നിങ്ങൾ തരണം. മനസ്സിലായോ? അതാണ് വേണ്ടത്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, വെറുതെ ക്രിസ്ത്യാനികളെ ചൊറിയാൻ വരരുത്, ഗുണം ചെയ്യില്ല. നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന കഥകൾ, പിശാച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിത്തോളജികളാണ് അതെല്ലാം, യേശു ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷത്തെ തടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മിത്തോളജിയും കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ നേരെ വന്നേക്കരുത്. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നിങ്ങൾ പരാജിതരാകും. ഉറപ്പായിട്ട് നിങ്ങൾ പരാജിതരാകും. നാണം കെട്ടു പോകും, നാണം കെട്ടു പോകും. അതേ ഉണ്ടാവുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി അടങ്ങി ഒതുങ്ങി മിണ്ടാതെ, വായടച്ച് മിണ്ടാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കഥകളെല്ലാം വരും. ഏതായാലും ഇനിയിപ്പോൾ നിങ്ങൾ മിണ്ടായിരുന്നിട്ട് കാര്യമില്ല, ഈ കഥകളെല്ലാം വരും. ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വേറെ കഥകൾ ഇഷ്ടം പോലെ ഉണ്ടെന്നേ, ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ പറയാതിരിക്കൊന്നുമില്ല. കാരണം ഞങ്ങൾ സത്യത്തിൻ്റെ സാക്ഷികളായിട്ടാണ് നിൽക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ടാണ്. യേശു ക്രിസ്തു ഏകരക്ഷകനാണ്. ആ ഏകരക്ഷകനെ, ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെയും ഏകരക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ്, സകല മനുഷ്യരുടെയും രക്ഷകൻ. ആ രക്ഷകനെ താറടിച്ച് കാണിക്കാൻ, അല്ലെങ്കിൽ ആ രക്ഷകൻ്റെ സുവിശേഷം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പതിയാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാച് അവിശ്വാസികളായ മനുഷ്യരുടെ മനസ്സ് കുരുടാക്കിയിരിക്കുകയാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ആ കുരുടാക്കിയിരിക്കുന്ന ഒരു മെത്തേഡ് ഇതാണ്, ഇതുപോലെയുള്ള മിത്തോളജികളിലൂടെ കുറേയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ അത്തരം മിത്തോളജികൾ പിടിച്ചിട്ട് നിങ്ങൾ ഈ സത്യത്തിന് നേരെ ഉദയ്ക്കാൻ വരരുത്, ഗുണം ചെയ്യില്ല കേട്ടോ. ഏതായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിച്ച് സംരക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.